കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ ഇൻഷുറൻസ് പുനഃസ്ഥാപിക്കണമെന്നും പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുന്ന പാവങ്ങളായ രോഗികളുടെ കയ്യിൽ പണമില്ലെങ്കിൽ അവർ മരണത്തിന് കീഴടങ്ങേണ്ട അവസ്ഥയാണുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. കഴിഞ്ഞ 2 വർഷമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നില്ല. മെഡിക്കൽ കോളേജിലെത്തുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട രോഗികളാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗജന്യ ചികിത്സ പ്രതീക്ഷിച്ചു വരുന്ന പാവങ്ങൾക്ക് സ്വകാര്യ ആശുപത്രിയുടെ ചിലവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ചിലവായ തുക പിന്നീട് നൽകുമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നുണ്ടെങ്കിലും അത് നടപ്പാകാറില്ല. ഇടത് സർക്കാരോ സ്ഥലം MLA VN വാസവനോ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നില്ലെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിബിൻ വല്ലേരി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബിൻ മാത്യു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മഹാത്മാഗാന്ധിയോട് അന്നുള്ളവർ ചോദിച്ചു, എന്താണ് സ്വാതന്ത്ര്യം, എന്തിനാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചപ്പോൾ അത് പാവപ്പെട്ടവന്റെ കണ്ണിലെ കണ്ണീരൊപ്പാനാണെന്ന് പറഞ്ഞ ആ മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യം പേറുന്ന പ്രസ്ഥാനമാണ് ഇന്നിവിടെ രോഗികൾക്ക് ചികിത്സയില്ല, ആവശ്യത്തിന് മരുന്നുകളില്ല, ICUവിൽ ഒരു ദിവസം കിടക്കണമെങ്കിൽ 500 രൂപ കുത്തക ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രികൾക്ക് പോലും ഇല്ലാത്ത രീതിയിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. നോക്കുക, ഇന്ന് തങ്ങളുടെ സമീപത്തുള്ള തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഈ ആശുപത്രിയിൽ രോഗിയെ സന്ദർശിക്കണമെങ്കിൽ 25 രൂപ ഫീസ് ഈടാക്കുന്ന രീതിയിലേക്ക് ഈ ആശുപത്രി മാറുകയാണ്. ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇവിടെ ജീവൻ സംരക്ഷിക്കുന്നതിനാണോ അതുപോലെ തന്നെ ജീവൻ എടുക്കുന്നതിനാണോ ഈ ആശുപത്രി നേതൃത്വം നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയനും ഇവിടെ നിന്നുള്ള MLAയും കേരളത്തിന്റെ ബഹുമാന്യ മന്ത്രിയുമായുള്ള വാസവനടക്കം നേതൃത്വം കൊടുക്കുന്നത് സാധാരണക്കാരുടെ ജീവൻ എടുക്കുന്നതിനാണ് എന്നുള്ളത്. KPCC സെക്രട്ടറി ഫിലിപ്പ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. ഇവിടെ ഒരു രോഗി വന്നാൽ ആ രോഗിയെ ചികിത്സിക്കാനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ ഇന്ന് ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ചുറ്റുപാടുമൊക്കെ ഒത്തിരി കെട്ടിടങ്ങൾ പണിയുന്നുണ്ട്. പക്ഷേ രോഗി വന്നാൽ ചികിത്സിക്കാൻ മരുന്നുണ്ടോ? രോഗിക്ക് ചികിത്സിക്കാനുള്ള മരുന്ന് കൊടുക്കാനോ എക്സ്റേ എടുക്കണമെങ്കിലോ സ്കാനിങ് നടത്തണമെങ്കിലോ അത് നടത്തുന്നതിനുള്ള സംവിധാനമില്ലാത്ത ഒരു ആശുപത്രിയായി കോട്ടയം മെഡിക്കൽ കോളേജ് മാറിയാൽ അതിന്റെ അർത്ഥം ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നിശ്ചലമായി എന്നുള്ളതാണ്. DCC വൈസ് പ്രസിഡന്റ് G ഗോപകുമാർ, DCC ജനറൽ സെക്രട്ടറി M മുരളി ആർപ്പൂക്കര, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോബിൻ തെക്കേടം എന്നിവർ സംസാരിച്ചു. i4 ന്യൂസ് ഏറ്റുമാനൂർ.